കാർ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മാരുതി ജിംനി തീർത്തും പരാജയമാണോ, അത് ഇനി നിർത്തിപ്പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഈ വാഹനത്തിന് സെയിൽ റിപ്പോർട്ട് 2024 ജനുവരിയിലെ സെയിൽ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഴിഞ്ഞ 5-6 മാസത്തെ സെയിൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഓഗസ്റ്റിലെ അതിന്റെ സെയിൽ റിപ്പോർട്ട് നമുക്കറിയാം 3000, സെപ്റ്റംബർ ആയപ്പോൾ 2000, ഒക്ടോബർ 1800, നവംബർ ആയപ്പോൾ 1000, ഡിസംബർ ആയപ്പോൾ 730, ജനുവരി ആയപ്പോൾ വെറും 163. വളരെ മോശം. മാരുതിയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് ആയിരിക്കും ഈ വിറ്റിരിക്കുന്നത്. മാരുതിക്ക് എത്ര വാഹനം ഉണ്ടെന്ന് ഒരുപക്ഷെ കമ്പനിക്ക് പോലും അറിയില്ല. എങ്കിൽ പോലും മാരുതിയുടെ ഏറ്റവും മോശപ്പെട്ട വാഹനം എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ മൊട്ടത്തോടെന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പല പല പേരുകൾ വിളിച്ച് ഏറ്റവും ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന വാഹനങ്ങൾ ഒത്തിരിയുണ്ട്. അവയ്ക്ക് പോലും ഒരുപക്ഷെ 3000-ന് മേലെ സെയിൽസ് ഉണ്ടാവും. ഏറ്റവും വില കുറഞ്ഞ വാഹനം ആൾട്ടോ ആയിരിക്കും ഒരുപക്ഷെ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ നിൽക്കുന്നത്, 6000. പിന്നെ അവൻ എക്സ്പ്രസ്സോ, അതൊക്കെ 4000. അങ്ങനെ മറ്റ് അനവധി വാഹനങ്ങൾ ഒരുപക്ഷെ 3000 യൂണിറ്റ് മേലെ വിൽക്കുമ്പോഴും മാരുതിയുടെ 4x4 വാഹനമായ ജിംനി വെറും 200-ൽ താഴെ യൂണിറ്റ് ആണ് 2024 വിറ്റത്. അതിന്റെ റീസൺ 2023 1 ലക്ഷം രൂപയിൽ കൂടുതൽ വില കുറയ്ക്കുകയും തൊട്ട് മുന്നത്തെ മാസം വാങ്ങിച്ചവർ മണ്ടന്മാരായി പോയി എന്ന് പറയാൻ വീഡിയോകൾ വന്നിട്ടുണ്ട്. ജനുവരി ആയപ്പോൾ വീണ്ടും വില കൂട്ടി, പിന്നെ വില കുറച്ചു. സത്യം പറയാൻ മാരുതിക്ക് ഇതിന്റെ വിലയിൽ ഒരു സ്ഥിരത ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ പോയാൽ 2024 ഫെബ്രുവരി മാസത്തെ സെയിൽ റിപ്പോർട്ട് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? കാരണം മാരുതിക്ക് ഇപ്പോഴും അതിന്റെ വില കൂടുതലാണെന്ന് പലരും പറയുന്നു. പിന്നെ വാങ്ങിച്ചവർ അത് ഏത് വിലയ്ക്ക് 25 ലക്ഷത്തിൽ വന്നാലും വാങ്ങിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്ന കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫാൻസ് ഉണ്ട്. അവർ ആ വാഹനം വാങ്ങിക്കും. പക്ഷെ ഇപ്പോൾ അതിന്റെ വിലയും അതിന്റെ ഫീച്ചേഴ്സ് നോക്കി വാങ്ങിക്കാൻ നിന്നപ്പോഴാണ് പലരും പറയുന്നത് ഓവർ പ്രൈസ്ഡ് ആണെന്ന്. അതേ സ്ഥാനത്ത് മഹീന്ദ്ര 4x4 ആയ 3 ഡോർ വാഹനമായ മഹീന്ദ്ര താർ, അതിന്റെ സെയിൽ റിപ്പോർട്ട് നമുക്ക് നോക്കാം. അതിന് സെയിൽ ഒരിക്കലും 5000-ൽ താഴെ വന്നിട്ടില്ല. ഇതേ റേഞ്ചിൽ 5000, 5400, അല്ലെങ്കിൽ ആ 5000 കഴിഞ്ഞിട്ട് 2024 ജനുവരിയിൽ 6000 യൂണിറ്റ് വിറ്റിരിക്കുന്നു. ഇവിടെ 200-ൽ താഴെ വാഹനങ്ങൾ വിൽക്കുമ്പോൾ അവിടെ യൂണിറ്റ് കൂടുതൽ വിൽക്കുന്നു, 6000-ൽ വിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയാൻ തീർത്തും പരാജയമാണോ, എന്താണ് ഇത് ഇങ്ങനെ ആയി പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.